വെൽക്കം ടു CC ബാങ്ക്. ഞാൻ മേഘ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അതായത് ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി 15 കഴിഞ്ഞ 1059/2025 എന്ന കോഡ് നമ്പറുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിവിടെ ഒന്ന് വിലയിരുത്തുന്നത്. നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന CSEBയുടെ ഒരു യൂഷ്വൽ പാറ്റേണിൽ നിന്നും ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ഫെബ്രുവരി 15 നടന്ന CSEBയുടെ എക്സാമിന് കണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു ഗെയിം ചേഞ്ചർ ആയി മാറുന്നു, അതാണ് ഇന്ന് നമ്മൾ വിലയിരുത്താൻ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഹാളിൽ സർപ്രൈസ്ഡ് ആയി പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റും കൂടി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം CSEB യൂഷ്വലായി ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് പല മേഖലകളിലും പുതിയ ചോദ്യങ്ങളും പുതിയ രീതികളും കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ തന്നെ ഒന്ന് മനസ്സിലാക്കാനായി ശ്രമിക്കാം. അപ്പൊ നോക്കാം. ആദ്യം ഇംഗ്ലീഷ് ആണ്. ഇത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് B ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ഇതിൽ ആദ്യം ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് ആണ്. ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് B കിട്ടിയ ആളുകൾ ആദ്യം ഇംഗ്ലീഷ് കണ്ടപ്പോ അത്യാവശ്യം ഇംഗ്ലീഷ് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ പേപ്പർ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷെ അത് വായിച്ചങ്ങ് തുടങ്ങിയപ്പോഴാണ് ഇംഗ്ലീഷിന് പണ്ട് എഴുതിയ ഇംഗ്ലീഷ് അല്ല ഇപ്പൊ ഈ പേപ്പറിലുള്ള ഇംഗ്ലീഷ് എന്ന് തിരിച്ചറിയുന്നത്. കാരണം ഇംഗ്ലീഷിന് എന്താണ് സംഭവിച്ചത്? ഒരു ലെവൽ അപ്പ്, അല്ലെ? കുറച്ചും കൂടി ഉയർന്ന ലെവലിലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പൊ യൂഷ്വൽ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഇതിൽ കാണുന്നില്ല. എന്നാൽ പുതിയ തരം ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യം കണ്ടോ, ചൂസ് ദ ആപ്റ്റ് വൺ വേർഡ് ഫോർ ദ ഗിവൺ വേർഡ്. വൺ വേർഡ് കണ്ടുപിടിക്കാൻ വന്നിട്ടുള്ളത് പൊതുവെ ചോദിക്കാറുള്ളത് ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന പ്രീവിയസ് ആയിട്ട്, അതായത് CSEBക്ക് പ്രീവിയസ് ആയി ചോദിക്കുന്ന അല്ലെങ്കിൽ PSCയുടെ ഒരു LDC ലെവലിലേക്കുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മൾ CSEBയുടെ എക്സാമിൽ ഇംഗ്ലീഷിന് കാണാറുള്ളത്. പക്ഷേ ഇതില് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്ട്രീം ഓൾഡ് ഏജ് വെൻ എ പേഴ്സൺ ബിഹേവ്സ് ലൈക്ക് എ ഫൂൾ, അല്ലെ? ഇതൊന്നും ചിലപ്പോ കേൾക്കാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ചൊരു ലെവൽ കൂടിയതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൃത്യമായി നന്നായി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെയാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായി സാധിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പ്രിപ്പോസിഷൻസും സാധാരണ ചോദിക്കുന്ന പ്രിപ്പോസിഷനിൽ നിന്നും കുറച്ചും കൂടി ഒരു ലെവല്, ഒരു പടി ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, അല്ലെ? കണ്ടോ, അതിൽ തന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്യൂട്ടബിൾ വെർബ് ക്ലോസ്. ഇത് പലപ്പോഴും ഈ വെർബും ക്ലോസ് എഴുതാൻ പറയാറുള്ളത് ടെൻസ് എന്നുള്ള ചോദ്യങ്ങളാണ് പൊതുവെ CSEB ചോദിക്കാറുള്ളത്. അതായത് നമുക്കറിയാം ചിലപ്പോൾ പാസ്റ്റ് ടെൻസ് തന്നെ 2 ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ ഒരു ടെൻസിൽ തന്നെ 2 ചോദ്യങ്ങൾ, ഒരു 3-4 ചോദ്യങ്ങൾ ടെൻസിന്റെ ഏരിയ എന്നാണ് വരാറുള്ളത്. പക്ഷെ ഇവിടെ നോക്കി നോക്കൂ, ഇത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ടെൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണെന്ന്. വേറെയും ഒരുപാട് കാര്യങ്ങള്, ഇന്നർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇപ്പോ ഇവിടെയൊക്കെ ലെറ്റിന്റെ യൂസേജ് ഒക്കെ കൃത്യമായിട്ട് അറിയുന്നവർക്ക് മാത്രമാണ്, അല്ലെ? ലെറ്റ് കഴിഞ്ഞിട്ട് അതിനുശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം V1 ഫോം വേണം യൂസ് ചെയ്യാൻ എന്നൊക്കെ റൂൾ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ചോദ്യമൊക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ചില ആളുകൾ ചിലപ്പോൾ അത് കറക്കി കുത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത്, അതായത് ഇവിടെ വെർബിന്റെ ശരിയായ രൂപം എഴുതാനൊക്കെ പറയുമ്പോൾ ഒരു ടെൻസിന്റെ ഒരു അടിസ്ഥാനം മാത്രം അറിഞ്ഞതുകൊണ്ട് ഇത് എഴുതാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമുക്ക് ഇംഗ്ലീഷിന്റെ ഒരുപാട് യൂസേജസ് ഉണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് യൂസേജസ് ഉണ്ട്. ഇത്തരത്തിലുള്ള യൂസേജസ് ഒക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഒന്ന് ഈ ലെറ്റിന്റെ കേസ്. പിന്നെ ദ കോഡ് ഡാഷ് കോഗ്നിസൻസ് ഓഫ് ദ മിനിസ്റ്റർ, ഈ ചോദ്യമാണെന്നുണ്ടെങ്കിലും ഇപ്പോ നമ്മുടെ പ്രൊവിഷണൽ കീയിൽ വന്നിട്ടുള്ള ആൻസറും അതും ചെറിയൊരു കണ്ടൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില് സംശയവും കാര്യങ്ങളും ഉള്ളതാണ്. ഒരു വളരെ സ്മൂത്ത് ആയിരുന്ന ഒരു കേക്ക് വാക്ക് ആയിരുന്നില്ല ഇംഗ്ലീഷ് എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും ഇംഗ്ലീഷ് ചോദ്യങ്ങൾ കണ്ട് കുറച്ചെങ്കിലും ഒന്ന് വിയർത്തിട്ടുണ്ട്. പുതുതായിട്ട് പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് ഇപ്പൊ ജനറൽ PSCക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകളാണ്, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളും CSEB എക്സാമുകൾ എഴുതുന്നുണ്ടല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇംഗ്ലീഷ് ഒരു നോർമൽ PSC ഒരു ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ എഴുതുന്ന പോലെയൊക്കെ തന്നെയാണ്, പ്രിലിംസ് ഒക്കെ എഴുതുന്ന പോലെയൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഞാനിവിടെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത് CSEB പരീക്ഷ തന്നെ ലക്ഷ്യമിട്ടിരിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട്. അവരുടെ കാര്യമാണ് ഞാൻ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് കേട്ടോ. അവരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഇനി അതുപോലെ തന്നെ നോക്കൂ, ഇംപ്രൂവ്മെന്റ് ഉള്ള സെന്റൻസുകൾ, ഇതൊക്കെ കുറച്ചും കൂടി ഒരു ലെവല് കൃത്യമായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന, പലപ്പോഴും SSCയുടെ ഒക്കെ പാറ്റേണിൽ, SSCയുടെ ഒക്കെ CHSL വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇഫ് ക്ലോസ്
നമ്മളെപ്പോഴും CSEBക്ക് വരുന്നത് തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഓഡ് വൺ ഔട്ട് ഒക്കെ എളുപ്പമായിരുന്നു അല്ലെ, ഓഡ് വൺ ഔട്ട് ഒക്കെ എളുപ്പമായിരുന്നു. അതുപോലെ ഈ മീനിങ് കണ്ടെത്തേണ്ടത് കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പൊ അതും വലിയ പ്രശ്നമല്ലേ. പിന്നെ ആർട്ടിക്കിൾസ് എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾസ് കമ്പാരിറ്റീവ്ലി യൂഷ്വൽ പാറ്റേൺ തന്നെയാണ് ആർട്ടിക്കിൾസ് എന്നുള്ള ഭാഗം ഫോളോ ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് സ്യൂട്ടബിൾ പ്രോനൗൺ, പൊതുവെ ഈ പ്രോനൗൺ വെച്ചിട്ടുള്ളത് അങ്ങനെ CSEBക്ക് ചോദിക്കാറില്ല. പക്ഷെ ഇവിടെ പ്രോനൗൺസിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രേസ്, സ്യൂട്ടബിൾ ഫ്രേസ്, അതായത് ഫ്രേസൽ വെർബുകൾ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് തന്നെ ഇത് PSCയുടെ PYQ ആണ്. ജനറൽ PSCയുടെ ഒരു PYQ ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത് ഫ്രേസൽ വെർബുകളും കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അനാർക്കി എത്തിസ്റ്റ് ഒക്കെ കോമൺ ഇതിന് മുന്നേ CSEB തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷിന്റെ കോമൺ ആയിട്ട് നമ്മളൊരു കേസ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിന് നമുക്ക് എങ്ങനെ വിലയിരുത്താം? യെസ്, ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി, അതായത് ബേസിക് ആയ കാര്യങ്ങൾ തുടങ്ങി, വെർബ് തുടങ്ങി, എല്ലാ പാർട്സ് ഓഫ് സ്പീച്ചെന്നും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഇനി ഇംഗ്ലീഷിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ അവസാന വട്ടം കുറച്ച് വീഡിയോസ് കണ്ടതുകൊണ്ടോ കുറച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചതുകൊണ്ടോ ഒന്നും ഇംഗ്ലീഷിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു റിമൈൻഡർ കൂടിയാണ് ഈ ഒരു എക്സാം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഏറ്റവും അടിസ്ഥാനം തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങണം. ഓക്കെ. വെർബ് തുടങ്ങി, നൗണ് തുടങ്ങി, ഏറ്റവും അടിസ്ഥാനമായ ഗ്രാമർ നന്നായി പഠിക്കണം. വൊക്കാബുലറിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വൊക്കാബുലറിയും എല്ലാം ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നന്നായി പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായി സാധിക്കുള്ളൂ. ഓക്കെ. ഇനി നമ്മൾ GKയുടെ കാര്യം നോക്കുകയാണെങ്കിൽ GKയും അത്യാവശ്യം നിലവാരം പുലർത്തിയിട്ടുള്ളത് തന്നെയാണ്. ഇതൊക്കെ കോമൺ ആണ് അല്ലെ. പയസ്വിനി, ഇതൊക്കെ നമ്മൾ ജനറൽ PSC ഒക്കെ പഠിക്കുമ്പോഴും ഇതൊക്കെ കോമൺ ആണ്. കാരണം നദികളൊക്കെ ഞാൻ ഇതിന് മുന്നേയുള്ള വെബിനാറിലും ലൈവ് ക്ലാസ്സിലൊക്കെ നമ്മുടെ ഇൻഹൗസിലൊക്കെ പറയാറുള്ളതാണ്. നദികളൊക്കെ പഠിക്കേണ്ട ഭാഗമാണ്. നദികളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ഹരിത കേരള മിഷൻ, ഇതൊക്കെ അത്യാവശ്യം ഒരു പൊതു വിജ്ഞാനം അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ബേസിക് അവയർനെസ് ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു ആൻസർ കിട്ടും. പിന്നെ ഇതൊക്കെ അത്യാവശ്യം അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലെ. ഇതൊക്കെ ബേസിക് ആണ്. അതായത് 7 സിസ്റ്റേഴ്സ്, സപ്തസുന്ദരികൾ എന്ന് പറയുന്ന, സപ്തസുന്ദരികൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ഉത്തരാഖണ്ഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. പിന്നെ വേൾഡ് ട്രോമ ഡേ ഒക്കെ ചിലപ്പോൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ CSEBക്ക് ഇത് കോമൺ തന്നെയാണ്. കാരണം CSEBക്ക് ഒരു ഡേ ചോദിക്കാറുണ്ട് അല്ലെ. ആ ഡേയിൽ ഒന്നായിട്ട് വേൾഡ് ട്രോമ ഡേ ചോദിച്ചു എന്ന് മാത്രം. പിന്നെ ബ്രാഞ്ച് ഓഫ് എഗ്രികൾച്ചർ, ഇതും ചോദിക്കാറുള്ളതാണ്. ബ്രാഞ്ചുകൾ നമുക്കറിയാം, സെറികൾച്ചർ, പിസികൾച്ചർ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒന്ന് ചോദിച്ചു. പിന്നെ മൂലൂർ മെമ്മോറിയൽ ഈസ് ലൊക്കേറ്റഡ്, ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും ടഫ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ജനറൽ PSCയിൽ വരുന്ന ബേസിക് ആയിട്ട് LDC ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ആ ലെവലിൽ പഠിക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതാണ്. പിന്നെ ഗ്രീൻ ലെങ്സ് ഓഫ് കൊച്ചി, ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യാത്തത്, ഇതൊക്കെ ഇന്ത്യയെ കുറിച്ചിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ഇന്ത്യയുടെ ഒരു ഫിസിക്കൽ പൊളിറ്റിക്കൽ ജോഗ്രഫി ഒക്കെ അത്യാവശ്യം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ലോ ഓഫീസർ ആരാണ് എന്നുള്ളത് കോമൺ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കാരണം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ഒന്നാണ് അറ്റോർണി ജനറലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതും കോമൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ GKയിൽ ഇതുവരെ നമ്മൾ നോക്കിയ ചോദ്യങ്ങളൊന്നും അങ്ങനെ ഒരു സർപ്രൈസ് എലമെന്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇല്ല. ഗോൾഡൻ റെവല്യൂഷൻസ് ചോദിക്കാറുള്ളതാണ്. പല റെവല്യൂഷൻസ് നമുക്കറിയാം. ധവള വിപ്ലവം, പിന്നെന്താണ് ഹരിത വിപ്ലവം, അതുപോലെ ഒന്നാണ് ഗോൾഡൻ റെവല്യൂഷൻ. ഓക്കെ, അതൊക്കെ ബേസിക് ആണ്. പിന്നെ GST എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ. കാരണം GSTയുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഒക്കെ ചോദിക്കാറുണ്ട്. GSTയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഒരു ബുക്ക് ചോദിക്കാറുണ്ട്. ഇപ്രാവശ്യം ചോദിച്ചത് ചേതൻ ഭഗത്തിന്റെ ഒരു ബുക്കായിരുന്നു. പിന്നെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് അല്ലെ. അപ്പോ ഇതൊക്കെ കോമൺ ആണ്. മാറ്റുവിൻ ചട്ടങ്ങളെ അറിയാത്തവരുണ്ടാവില്ല അല്ലെ. പ്രാഞ്ചിയേട്ടനിലൊക്കെ പറഞ്ഞു കേട്ടിട്ടും എല്ലാം നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള നമ്മളുടെ കുമാരനാശാൻ അല്ലെ, ഭാവഗായകനായിട്ടുള്ള കുമാരനാശാന്റെ കവിതാശകലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഭൂദാൻ മൂവ്മെന്റ് ഒക്കെ ബേസിക് ആണ്. ഭൂദാൻ മൂവ്മെന്റ് ഒക്കെ വളരെ അടിസ്ഥാനമാണ്. കല്ലുമാല സമരം അല്ലെ, അയ്യങ്കാളി നമുക്കറിയാം. വിക്ടറി സിറ്റി, ഇത് ചിലപ്പോ പുസ്തകത്തിന്റെ പേര് അല്ലെ, 2 ബുക്കുകൾ ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. അത് അറിയുന്നവർക്ക് തന്നെയാണ് അത് അറിയുള്ളൂ. യെസ്. പിന്നെ മെട്രോ, ഫസ്റ്റ് വാട്ടർ മെട്രോ, ഇതൊക്കെ കറണ്ട് അഫെയറിലൊക്കെ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത സമയത്ത് കൊച്ചിയിലെ വാട്ടർ മെട്രോനെ കുറിച്ച് ന്യൂസിലുണ്ടായിരുന്നു. സോ ഇതൊക്കെ വളരെ ബേസിക് ആണ്. സത്യം പറഞ്ഞാൽ GK എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് ടഫ് ആണ് എന്ന് പറയുന്നവര് GK ബേസിക്സ് നോക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് അത് ടഫായി മാറുന്നത്. സാധാരണ അത്യാവശ്യം സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം
ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലും അതുപോലെ തന്നെ യൂട്യൂബ് ലൈവിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള GK-യുടെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ വന്നിട്ടുള്ളതൊക്കെ. പഠിക്കാൻ പറഞ്ഞ പോയിന്റ്സുകളും കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. GK-ക്ക് പ്രത്യേകിച്ച് പാറ്റേൺ ചേഞ്ച് കാണാനില്ല. നെക്സ്റ്റ് മാത്സ്. മാത്സ് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് പോയ ഒരു ഭാഗമായിട്ടാണ് പൊതുവെ നമുക്ക് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത്. കാരണം മാത്സ് അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ, കാരണം പൊതുവെ CSEBക്ക് മാത്സിന് കുറെ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും കമ്പാരിറ്റീവ്ലി ഉണ്ടായിരുന്നില്ല. ഒരു ബേസിക് അരിത്മാറ്റിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ, ബേസിക് ലോജിക്കൽ റീസണിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. 1-2 ചോദ്യങ്ങൾ മാത്രമേ ചിലപ്പോൾ കിട്ടാതിരിക്കുള്ളൂ. ബാക്കി എന്നാലും എന്താണ് മാക്സിമം ക്വസ്റ്റ്യൻസും കിട്ടുന്നത് തന്നെ ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ GK മാത്സ് ഇംഗ്ലീഷില് മാത്സ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി ഒരു ഭൂരിപക്ഷം ആളുകൾക്കും ഏറ്റവും എളുപ്പമായിട്ടുണ്ടായിരുന്നത്. ഈവൻ മാത്സ് അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാത്തവർ പോലും അത്യാവശ്യം എഴുതിയിട്ടുള്ളൊരു ഭാഗം മാത്സ് തന്നെയായിരുന്നു. കാരണം ബേസിക് ആണ്. കാരണം ആവറേജ് ആണെങ്കിലും പെർസെന്റേജ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബേസിക് അരിത്മാറ്റിക്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കണ്ടോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നും ചോദിക്കുന്ന കോഡിങ്, ഡീകോഡിങ്, പിന്നെ അതുപോലെ തന്നെ ഏജിന്റെ കേസ്, റാങ്കിങ്, ഇതൊക്കെ വന്നിട്ടുള്ളൂ അല്ലെ. യെസ്, അതുകൊണ്ട് മാത്സ് കമ്പാരിറ്റീവ്ലി എളുപ്പം തന്നെയായിരുന്നു. പിന്നെ ഡിസ്റ്റൻസ്, കിലോമീറ്റർ, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ആ ഭാഗങ്ങള്, യെസ്, പിന്നെ ക്ലോക്ക് ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ ഇത്രയുമായിരുന്നു ഒരു നമ്മള് ജനറൽ ആയിട്ടുള്ള ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഭാഗത്തിൽ വലിയ ഷിഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു ടോട്ടലായിട്ട് എല്ലാം മാറി എന്നൊന്നും പറയാൻ പറ്റില്ല. പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങനെ പറയാറുണ്ട്, ഭയങ്കര മാറ്റം വന്നു, CSEB മൊത്തത്തിൽ അങ്ങോട്ട് മാറി. അങ്ങനെയൊന്നുമല്ല, മുഴുവനായിട്ടൊന്നും മാറിയിട്ടില്ല. പക്ഷെ എപ്പോഴും ഒരു ലെവൽ ഉയർന്നു എന്നുള്ളതാണ്. കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതിന്റെ ഒരു ഡിമാൻഡാണ് അല്ലെ. ആ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നന്നായി പഠിക്കണം, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇംഗ്ലീഷ് കുറച്ചുകൂടി ലെവൽ കൂടി എന്നുള്ളതാണ് അതിന്റെ ഒരു വിലയിരുത്തൽ. അടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പറേഷന്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ PYQs ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. കോപ്പറേഷൻ കമ്പാരിറ്റീവ്ലി ഒരു കേക്ക് വാക്ക് തന്നെ ആയിരുന്നു അല്ലെ. കാരണം കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. PYQs നന്നായിട്ട് ചെയ്ത് പഠിച്ചവർക്ക് നമുക്കറിയാം ഏകദേശം ഒരു 55-60 PYQs ഉണ്ട്. അപ്പോൾ അതില് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിച്ചവർക്ക് എല്ലാവർക്കും തന്നെ PYQs നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കോപ്പറേഷൻ ആ രീതിയിൽ ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ്, പിന്നെ അതുപോലെ തന്നെ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. അത്രയും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം എന്നില്ല അല്ലെ. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന് നോട്ട് അപ്ലിക്കബിൾ. അപ്പൊ കണ്ടോ, കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കുറച്ചും കൂടി അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്കറിയാം ഷെഡ്യൂൾഡ് ബാങ്ക് ആയത് എന്നാണ്, അതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. കേരള ബാങ്ക്, ഇതൊക്കെ കോമൺ ആണല്ലോ. പിന്നെ ഓറഞ്ച് കളർ ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ് നമ്മുടെ ICAയുടെ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓരോ കളേഴ്സും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ICAയുടെ ഇതിനനുസരിച്ചിട്ടാണ്. അപ്പൊ അതും കിട്ടുന്നത് തന്നെയാണ്. പിന്നെ ഇതൊക്കെ അറിയുന്നതാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. ചാർജ്, മോഡ് ഓഫ് ചാർജസ് ചോദിക്കാറുണ്ട്, അതും കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇത് നോട്ട് എ ബേസിക് മെമ്പർ ആയി, ഇതും എന്താണ്, ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ഇതൊക്കെയാണ് ഉദ്യോഗാർത്ഥികളെ ഒന്ന് പേടിപ്പിച്ച ചില ചോദ്യങ്ങൾ. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചിലപ്പോൾ PYQs കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്താണ്, കൃത്യമായിട്ട് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയ കാര്യങ്ങൾ അറിയാം. നമ്മൾ അത് വെച്ചിട്ടൊന്നും നമ്മളുടെ ഒരു അനലിറ്റിക്കൽ സ്കിൽ ഒന്ന് വിവേചിച്ചറിയാനുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവേകം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യമൊക്കെ സുഖമായിട്ട് ആൻസർ ചെയ്യാമായിരുന്നു. പിന്നെ മെയിൻ ആയിട്ടൊരു ഇഷ്യൂ, എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് പാനിക് ആവും അല്ലെ. പ്രത്യേകിച്ച് നമുക്ക് അറിയാത്ത ഭാഗങ്ങളാണ് ആദ്യം വരുന്നതെങ്കിൽ അത് ആ ഒരു 2 മണിക്കൂർ നമ്മളുടെ എക്സാം ടൈമിനെ നന്നായിട്ട് ബാധിക്കും. പലർക്കും സംഭവിച്ചത് അതാണ്. കാരണം പരീക്ഷ കഴിഞ്ഞ് പിന്നെ നിങ്ങൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നും വീട്ടിൽ വന്നിരുന്ന് നോക്കുമ്പോൾ ഇല്ല. അതിന്റെ കാരണം എന്താണ്, ചോദ്യങ്ങൾ കണ്ട് നിങ്ങൾ പേടിച്ചു എന്നുള്ളതാണ് വിഷയം. ആ പേടി, ആ ഒരു ഫിയർ എലമെന്റ് ഉണ്ടല്ലോ, അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയൊന്നായിരുന്നില്ല. ചെറിയൊരു പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട്, കുറച്ചും കൂടി ഡെപ്തിൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അനലിറ്റിക്കൽ ആയിട്ടുണ്ട്. ഇത്രയും വന്നിട്ടുള്ള മാറ്റം, അല്ലാതെ അടിമുടി മാറ്റം വന്നിട്ട് CSEB മൊത്തത്തില് പൊളിച്ചു പണിതിട്ടൊന്നുമില്ല കേട്ടോ. ഇനി റോച്ച്ഡേൽ, ഇതേ ചോദ്യം 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് അല്ലെ 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരേ ഉത്തരം വരുന്ന രീതിയിൽ നമുക്ക് കിട്ടും. നോട്ട് എ റോച്ച്ഡേൽ പ്രിൻസിപ്പിൾ, റോച്ച്ഡേൽ പ്രിൻസിപ്പിൾസ് ഒക്കെ കോമൺ ആണല്ലോ. പിന്നെ എപ്പോഴും ചോദിക്കാറുണ്ട്, അതായത് കൊട്ടേഷൻസ്, ഫേമസ് ആയിട്ടുള്ള കോപ്പറേറ്റേഴ്സ്, അവരുടെ കൊട്ടേഷൻസ് നമ്മൾ പഠിക്കാൻ പറയുന്നതാണ്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. കോപ്പറേറ്റീവ്, കോമൺവെൽത്ത് ഒക്കെ കോമൺ ആണ് അല്ലെ.
ഗാഡ്ഗിലിന്റെ ക്വസ്റ്റ്യൻ, അതൊക്കെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ചൗധരി ബ്രഹ്മപ്രകാശിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കോമൺ ആണ്. പിന്നെ അതുപോലെ തന്നെ 1963 എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം എപ്പോഴും അല്ലെ പറയുന്നതാണ്. പിന്നെ NCDC-യുമായി ബന്ധപ്പെട്ട് തന്നെ അടുത്ത ചോദ്യം വന്ന ICDP-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നു. പിന്നെ കണ്ടോ, ഇതൊരു കറന്റ് അഫെയർ പോലെ വന്ന ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ പാക്സിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച ക്വസ്റ്റ്യൻ. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ ഒക്കെ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കണക്കില്ല. യെസ്, കണ്ടോ. അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് പുതിയ ചോദ്യം എന്ന് പറഞ്ഞാൽ ആകെ വിരലുണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ അനലിറ്റിക്കൽ ആയിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ FPOs cannot be registered under, ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം, വളരെ ഒരുപാട് കാലമായിട്ട് ചോദിക്കുന്നതാണ്. കോപ്പറേറ്റീവ് അലയൻസ് കൃത്യമായിട്ട് അറിയാം അല്ലെ, എന്താണ് കോപ്പറേറ്റീവ് കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് അല്ലെ. അനുപ്രിയ മിസ് ചെയ്ത ക്ലാസ്സിലൊക്കെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ യെസ്, ഹജേലയുടെ സ്പെഷ്യൽ വേ ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നതൊക്കെ. കോർപ്പറേഷൻ എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുന്ന ഒരാൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ യെസ്, അതുപോലെ എക്കണോമിക് ബെനിഫിറ്റ് ഓഫ് കോർപ്പറേഷൻ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു JCIക്കും കേരള ബാങ്കിനൊക്കെ പ്രിപ്പയർ ചെയ്തവരൊക്കെ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും. കാരണം പ്രത്യേകിച്ച് BCom കോർപ്പറേഷൻ ഒക്കെ പഠിച്ചവരൊക്കെ ഈ ഒരു ഭാഗമൊക്കെ അവരുടെ ടെക്സ്റ്റുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിലും ഈ ഒരു സോഷ്യൽ സിസ്റ്റംസ്, കോർപ്പറേഷൻ അതുപോലെ തന്നെയുള്ള സോഷ്യൽ സിസ്റ്റംസ് നന്നായി പഠിക്കണം. പിന്നെ കോർപ്പറേഷനെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഉത്തരങ്ങൾ കിട്ടും. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കൺസെപ്ച്വൽ ലെവൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടിയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, റോച്ച്ഡെയിൽ പയോനിയേഴ്സിനെ സംബന്ധിക്കുന്ന വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, സെയിം തന്നെ. യെസ്, പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ അല്ലെ പാർട്ട് 3, അവിടെ തന്നെ സൂചന ഉണ്ട്. പാർട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ അതും തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ടൊക്കെ സാധിക്കും. അപ്പോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോർപ്പറേഷനിൽ അങ്ങനെ പുതുതായിട്ട് സർപ്രൈസ് ആക്കുന്ന എലമെന്റ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഒരു 2-3 ചോദ്യങ്ങൾ മാത്രമാണ് ഒരു അനലിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വൽ ബേസിൽ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ PYQs ആയിട്ട് ചോദിച്ചു തന്നെയാണ്. നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. സോ അതുകൊണ്ട് കോർപ്പറേഷനിൽ ഒരു സർപ്രൈസ് എലമെന്റ് ഒന്നും വന്നിട്ടില്ല. അടുത്ത നമ്മുടെ ലോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലോ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ലോ വളരെ ഈസി ആയിരുന്നു. 2 ചോദ്യങ്ങളോ 1-2 ചോദ്യങ്ങളോ മാത്രമേ തെറ്റിയിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടാവുക. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരങ്ങളൊക്കെ കൃത്യമായി കിട്ടുന്നതാണ്. ഇതിൽ നമുക്കറിയാം ആദ്യത്തെ ചോദ്യം, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അവൈലബിൾ ആവും. അപ്പൊ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. യെസ്, എവിടുന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം അല്ലെ, ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് ജനറൽ ബോഡിയിലാണ്, ആനുവൽ ജനറൽ ബോഡിയുടെ കാര്യത്തിലാണ് ഇത് റിവ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ മീറ്റിംഗ് സമ്മൺ ചെയ്യാൻ സ്പെഷ്യൽ ജനറൽ ബോഡിയുടെ കേസ്, ആനുവൽ ജനറൽ ബോഡി വന്നപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ചോദ്യം സ്പെഷ്യൽ ജനറൽ ബോഡി. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ കണ്ടോ, ജനറൽ ബോഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ എപ്പോഴും പറയുന്നതാണ് ജനറൽ ബോഡി അതിനെക്കുറിച്ച്. പിന്നെ അതേപോലെ തന്നെ രജിസ്ട്രാർ ആണ് അല്ലെ, ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ദാറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻ ബൈ എ സൊസൈറ്റി, ആ കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ സൂപ്പർ സെഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതാണ്. പിന്നെ ഇതാണ് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ, കേരള ബാങ്കിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഈ ക്ലാസ് A മെമ്പേഴ്സ് എത്രയെന്ന് ചോദിച്ചത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്കറിയാം ബോർഡ് ഓഫ് മെമ്പേഴ്സിന്റെ എണ്ണം ടോട്ടൽ 21 പക്ഷെ ഇതിന്റെ ഉത്തരം 15. കാരണം ക്ലാസ് A മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്സിലെയും അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് രണ്ടും 14+1 ആണ് വരുന്നത്. 14+1 14 പാക്സും 1 അർബൻ കോപ്പറേറ്റീവ് ബാങ്കും, അങ്ങനെ 15. ദെൻ ന്യൂലി ഇലക്ടഡ് കമ്മിറ്റി. യെസ്, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇത് ആരാണ് അയച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് പ്രസിഡന്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഒരു ഉള്ളിൽ നിന്നും ഒരു വായന നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പെരിഫറൽ റീഡിംഗ് കൊണ്ട് ആൻസർ കിട്ടില്ല. ഇൻഡെപ്ത് ആയിട്ട് ലോ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കൃത്യമായിട്ട് പോയിന്റുകളൊക്കെ വായിച്ചു പോയിട്ട് അത് റിവിഷൻ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഇത് കോമൺ ആണ്, റൂൾ 181 അല്ലെ, കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്കറിയാം അല്ലെ, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എപ്പോഴും ചോദിക്കുന്നതാണ്. പല രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രീവിയസിലൊക്കെ എത്രയോ പ്രാവശ്യം ചോദിച്ചതാണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞതൊക്കെ തന്നെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് പാനിക്കായി എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ നോൺ മെമ്പേഴ്സിനും ലോൺ കൊടുക്കാൻ പറ്റുന്നത് കേരള ബാങ്ക് ആണ്, അറിയുന്ന കാര്യമാണ് അല്ലെ. ഇതൊക്കെ PYQ ആണ്. അത് PSC നടത്തിയിട്ടുള്ള കോപ്പറേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ ഈ ചോദ്യം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഓഡിറ്റ് നടത്തുന്നതും DCA ആണ് എന്നുള്ളത് നമുക്ക് അറിയുന്ന ഒരു ബേസിക് നോളജ് ആണ്. ഇത് ലോന്റെ മാത്രമല്ല, ഇത് കോർപ്പറേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ കിട്ടും.
പിന്നെ ഫിനാൻഷ്യൽ സബ്മിറ്റ്, ഇത് മാനേജ്മെന്റ് കമ്മിറ്റി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് അമെന്റ്മെന്റ് അല്ലെ, റീസെന്റ് ആയി വന്ന ഭേദഗതി നമ്മൾ ലോന്റെ ലൈവിന്റെ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം ഓരോന്നിന്റെയും ടൈം ലിമിറ്റ് മാറിയതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ലൈവിൽ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടവർക്കൊക്കെ ഈ ഉത്തരം ശരിയായിട്ടുണ്ടാവും, 15 ദിവസം എന്നുള്ളത്. പിന്നെ യെസ്, ഡാഷ് ഷാൾ ഡയറക്ട് സൊസൈറ്റി ടു സസ്പെൻഡ് ആൻ എംപ്ലോയി ഹു ഇൻഡൾജ് ഇൻ എനി മാൽ പ്രാക്ടീസ് അല്ലെ. ഇതൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലെ. ചിലവർക്ക് ബി ആൻഡ് സി എന്ന് ഒരുപാട് പേര് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഉത്തരം രജിസ്ട്രാർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അതിന് കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ യെസ്, അതുപോലെ തന്നെ സെക്ഷൻ 7 കണ്ടോ, 94 ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൻ 94 ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വിജിലൻസ് ഓഫീസറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഇതൊക്കെ കോമൺ ആണ്. സെക്ഷൻ 83 ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ഇത് കുറച്ചൊരു 101ാമത്തെ ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി കുറച്ചൊരു കൺസെപ്ച്വൽ ലെവലായിട്ട് അറിഞ്ഞാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശ്രദ്ധിച്ചിട്ടുള്ളവർ മാത്രമേ ആൻസർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അല്ലെ, സൊസൈറ്റി അഫിലിയേറ്റ് ചെയ്യുന്നതിന് ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, എനി പ്രിവിലേജ് കൺഫർഡ് ഓൺ എ കോപ്പറേറ്റ് സൊസൈറ്റി നഷ്ടപ്പെടും എന്നുള്ളതാണ് അല്ലെ. യെസ്, അപ്പോ ഇങ്ങനെയുള്ള ബേസിക് ആയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അനലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ട്രിബ്യൂണലിന്റെ കേസ് വന്നു. യെസ്, പിന്നെ ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ ഇല്ലാത്ത ആരാന്ന് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പ്രസിഡന്റ് അതിൽ ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഓഡിറ്റ് ഫീ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഓഡിറ്റ് ഫീ അത് പിന്നെ ഇത് മുഴുവനും കാണാതെ അറിയില്ല എന്നുണ്ടെങ്കിലും കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗുഡ്സ് ആണ് അല്ലെ, സെയിലാണ് കൂടുതൽ. അപ്പൊ അതൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഉത്തരമൊക്കെ കിട്ടും. പിന്നെ രജിസ്ട്രാർ, ഇതും ബേസിക് ക്വസ്റ്റ്യൻ ആണ്. കാരണം രജിസ്ട്രാർ ഒരു രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത്, ഒരു സംഘത്തിന് രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് അതിന്റെ റൂൾസ് ആക്ടിനും ഇതിനും വിധേയമായിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പിന്നെ 107ാമത്തെ ക്വസ്റ്റ്യൻ അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ട്, പുതിയൊരു ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. 45 ഡേയ്സിന്റെ എപെക്സ് സംഘത്തിലേക്ക് എഫിലിയേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡാഷ് ഷാൾ ബി ദ അതോറിറ്റീസ് ഇൻവോൾവ് ഇൻ ദ അമെന്റ്മെന്റ് ഓഫ് ബൈലോസ്, ഇതും ഡൗട്ട് വന്നിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അല്ലെ, അമെന്റ്മെന്റ് ഓഫ് ബൈലോസിൽ ആരൊക്കെ ഇടപെടും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ജനറൽ ബോഡിക്കും രജിസ്ട്രാർക്കുമാണ് ഇവിടെ റോൾ ഉള്ളത്. ഈ എയും ഡിയും തമ്മിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ആ കൺഫ്യൂഷനിൽ കൃത്യമായ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം, നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ടൈപ്പ്, ഇതും നമ്മൾ ലോന്റെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബ് ലൈവിൽ തന്നെയാണോ എന്നാണ് എന്റെ ഓർമ്മ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂൾ 15 സൊസൈറ്റീസിനെ അതിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രിൻസിപ്പൽ ഒബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്നാൽ ഗവൺമെന്റ് ആണ് അതിന്റെ ടൈപ്പും ഫിനാൻഷ്യൽ പൊസിഷനും അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത്. ആ ചോദ്യം അതിൽ ടൈപ്പ് അല്ലെ, ടൈപ്പ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ഗവൺമെന്റ്. നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ആ ലൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാരത്തോണിലാണോ ലൈവിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ന്യൂ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യണത് ഏത് വകുപ്പ് പ്രകാരമാണ്? ചുരുക്കം പറഞ്ഞാലേ ലോയില് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെക്ഷനും റൂളിനും ഏകദേശം 3 ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സെക്ഷനും റൂളും അറിയാം എന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ കൃത്യമായിട്ട് ഭേദഗതികൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും 2 ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ PYQs നന്നായിട്ട് നോക്കിയിട്ടുള്ള ആൾക്ക് ബാക്കി ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അതിലൊരു 2 ചോദ്യങ്ങൾ മാത്രമാണ് ഒരു കൺസെപ്ച്വൽ ലെവലിൽ ക്ലാരിറ്റി കൂടുതലായിട്ട് ആവശ്യമുള്ളത്. ആ ചോദ്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പാനിക് ആവാതെ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ട് മനസാന്നിധ്യത്തോടു കൂടി വളരെ കൂളായിട്ട് പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഉത്തരങ്ങളൊക്കെ സുഖമായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസിയുടെ ഭാഗമാണെന്നുണ്ടെങ്കിൽ, അക്കൗണ്ടൻസി കമ്പാരിറ്റീവ്ലി നല്ല നിലവാരം പുലർത്തിയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതലായിട്ട് കോസ്റ്റ് അക്കൗണ്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രം നോക്കി പോയവർക്ക് അതൊരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ അക്കൗണ്ടൻസി കാര്യമായിട്ട് അറിയാത്തവർക്ക്, എനിക്ക് തോന്നുന്നു JDC HDCക്കൊക്കെ ബികോം കോർപ്പറേഷൻകാർക്ക് അത്യാവശ്യം അക്കൗണ്ടൻസി അറിയുന്നുണ്ടാവും, കാരണം അവർ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് ആണല്ലോ വരുന്നത്. പക്ഷേ JDC HDCക്കാർക്കായിരിക്കും അത് കുറച്ച് ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതും നോൺ കൊമേഴ്സ് സ്ട്രീമിൽ വന്നവർക്ക് ഒരു പക്ഷേ ഈ ഒരു ഭാഗം കുറച്ചധികം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് കാരണം അക്കൗണ്ടൻസിയുടെ ബേസിക്സ് എന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി കൂടാതെ
കോസ്റ്റ് അക്കൗണ്ടിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതാണ് അക്കൗണ്ടൻസിക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്നാൽ അതൊരു പുതിയ ചേഞ്ച് ആണോ ചോദിച്ചാൽ അല്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെയും അതിന് മുന്നത്തെ പ്രാവശ്യം നടന്ന എക്സാമിനൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിന്റെ ഡെപ്ത് ഒന്നും കൂടി കുറച്ചും കൂടി ഒരു കൺസെപ്ച്വൽ ലെവലില് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനനുസരിച്ച് അക്കൗണ്ടൻസി ഒക്കെ ഇനി പഠിക്കുമ്പോൾ വെറുതെ കാണാപ്പാഠം പഠിക്കാതിരിക്കുക. കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അക്കൗണ്ടൻസി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ബാങ്കിങ് എടുത്ത് നോക്കുകയാണെങ്കിലോ, ബാങ്കിങ്ങില് ഒരുപാട് പുതിയ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് ബാങ്കിങ് എന്ന് പറയുന്നത് അല്ലെ. ബാങ്കിങ്, ഓംബുഡ്സ്മാൻ, ഇതൊക്കെ കോമൺ ആയിട്ട് KYC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. മെറ്റീരിയൽ ഓൾട്രേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ പുതിയ ചോദ്യങ്ങളും പുതുതായിട്ട് ഒരുപാട് ചോദ്യങ്ങളും കടന്നു വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് ബാങ്കിങ്ങിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ കോമൺ ആണ് അല്ലെ. ഫിനാൻസ് സെക്രട്ടറിയുടെ റോൾ എന്താണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ എന്നാ ഒരുപാട് ഇതൊക്കെ കോമൺ. സാധാരണ PSCക്ക് പഠിക്കുന്നവരൊക്കെ ഈ നോട്ടിന്റെ കേസുകളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുന്നതാണ്, അറിയുന്നതാണ്. പിന്നെ ഗാർണിഷ് ഓർഡർ, അറ്റാച്ച്മെന്റ് ഓർഡർ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതില് SMS-ന്റെ ഫുൾ ഫോം എന്തായാലും ഫുൾ ഫോംസ് ചോദിക്കാറുണ്ടല്ലോ. 1, 2, 3, 4 ഫുൾ ഫോംസ് ചോദിച്ചിട്ടുണ്ട്. MSME സെക്ടറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. MSME ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. MSMEയുടെ ഓരോന്നിന്റെയും ടേൺ ഓവറും ഇൻവെസ്റ്റ്മെന്റും എത്രയാണ് എന്നുള്ളത് KYC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, KYC തന്നെ 2-3 എണ്ണം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എൻഡോഴ്സ്മെന്റ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ഒരുപാട് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പാറ്റേൺ ചേഞ്ച് വന്നിട്ടുള്ളത് എന്തിനാണ്? ഇംഗ്ലീഷിലാണ് പ്രധാനമായിട്ടും മാറ്റം കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, എവിഡന്റ് ആയിട്ടുള്ളത്. പക്ഷേ ബാക്കിയുള്ളതിലൊക്കെ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ള ഒരു പഠനം കൊണ്ട് സാധിക്കില്ല. കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ വെച്ചുകൊണ്ടുള്ള പഠനം മാത്രമേ അതിനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അടുത്ത സ്ലൈഡ് ചെയ്തില്ല, ഒരെണ്ണം കൂടി ഇത് പറയണം. ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു വിലയിരുത്തലിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കൃത്യമായിട്ട് ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ തൊട്ട് പഠിച്ചാൽ മാത്രമാണ് ഇനിയുള്ള പരീക്ഷയ്ക്ക് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ പരീക്ഷ പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പഠനം അവസാനിപ്പിക്കാത്ത കാലത്തോളം നിങ്ങൾക്കുള്ള സാധ്യത കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പഠനം അവസാനിപ്പിക്കാതിരിക്കുക. കയ്യിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുന്നത് വരെ പഠിക്കുക. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് CCയിലെ പുതിയ ബാച്ച്, ബിഗിനേഴ്സ് ബാച്ച്, ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ തുടങ്ങി എല്ലാ സബ്ജക്ട്സും, അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം ഇംഗ്ലീഷും മാത്സും GKയും ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ തുടങ്ങി നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ PYQs നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ബിഗിനേഴ്സ് ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അനലിറ്റിക്കലായി തന്നെ എങ്ങനെ ഓരോ ചോദ്യങ്ങളെയും ആൻസർ ചെയ്യണം, ഏതൊക്കെ ഭാഗം ഫോക്കസ് ചെയ്ത് പഠിക്കണം തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നതാണ്. ഏറ്റവും നന്നായിട്ട് പഠിക്കുക, ഏറ്റവും വേഗത്തിൽ ജോലിക്ക് കയറുക. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.